പറ്റും. ഓക്കെ, അപ്പോൾ എക്സലിലും ചെയ്യാം, അതേപോലെ ആൻസിസിലും ചെയ്തിട്ട് നമുക്ക് രണ്ടും കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാന്നുള്ള പ്ലാനിലാണ് ഞാനുള്ളത്. അതിനുള്ള സിലബസ് അങ്ങനെ അല്ലെങ്കിലും പക്ഷെ എക്സലിന്റെ അത്രയും പാർട്ടും കൂടെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് അങ്ങനെ പോസിബിൾ ആയാൽ സമയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരെയും സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. എക്സൽ പാർട്ട് സുഖമായിട്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ കൂളായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അത് മൊബൈലിലെ എക്സൽ എടുത്തിട്ട് ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല, എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. പക്ഷെ അത് അതല്ല, ലാസ്റ്റ് പാർട്ട് പഠിച്ചത് മനസ്സിലായതിനു ശേഷം അത് എടുത്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പറ്റുന്നത് നോക്കാം. ഓക്കെ, സോ ഫൈൻ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയാം. So we'll start with your module 3. Okay, so module 3 basically deals with these following topics. Okay, so we'll start with algebraic and geometric forms. Okay, geometric forms of straight lines. ഒരു സ്ട്രേറ്റ് ലൈൻ്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിന്റെ മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതേപോലെ കോണിക്സ്, ക്യൂബിക് സ്പ്ലൈൻസ്, അതുപോലെ അതിനെ കൂടാതെ നമ്മൾ പുതിയ രണ്ട് കൺസെപ്റ്റ് കൂടെ പഠിക്കും, ബിസിയർ കർവ്സ് ആൻഡ് ബി സ്പ്ലൈൻ കർവ്സ്, എന്താണ് അതിന്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കും. ഇതാണ് അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. സെക്കൻഡ് പാർട്ടിൽ വിൽ ബി ഡീലിംഗ് വിത്ത് പ്ലെയിൻ സർഫസ്, റൂൾഡ് സർഫസ്, എന്ന് വെച്ചാൽ ലൈൻസ് ക്യൂബിക്കളൊക്കെ മാറി നമ്മള് പിന്നെ പ്ലെയിനിലേക്ക് 2 ഡയമെൻഷനിലേക്ക് വരും. ഇത് പിന്നെ 2 ഡയമെൻഷൻ സർഫസിലേക്ക് വരും. അപ്പോൾ അതിന് രണ്ടാമത്തെ പാർട്ടിൽ വിൽ ഡീൽ വിത്ത് പ്ലെയിൻ സർഫസ്, റൂൾഡ് സർഫസ്, സർഫസ് ഓഫ് റെവല്യൂഷൻ, ടാബുലേറ്റഡ് സിലിണ്ടർ, bicubic surface, Bezier surface, B-spline surface and the modeling techniques. Okay, so basically ഇതൊക്കെ നമ്മൾ ഒരു CAD മോഡലിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് എങ്ങനെയാണ് സോഫ്റ്റ്വെയറിൽ നടക്കുന്നത്, അല്ല അതിന്റെ പുറകിലുള്ള മാത്തമാറ്റിക്സ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, right, so we'll start with the algebraic and geometric representation for a line. Okay. Okay, so first of all start with the algebraic and geometric forms of a line. Okay, algebraic and geometric forms of a line. Okay, so let's start with basically the straight line. Okay, what is straight line the concept നമുക്ക് തുടങ്ങാം. Okay, so basically നമ്മളൊരു ലൈൻ ഡ്രോയിങ് അൽഗോരിതം ചെയ്യുമ്പോൾ it must satisfy few certain things. ഒന്ന്, അത് സ്ട്രെയിറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യണം അല്ലെ. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ ഉണ്ടാണ്, ഒരു പിന്നെ അണ്ടുലേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഇറ്റ് മസ്റ്റ് ബി വിസിബിൾ ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ആൻഡ് കറക്റ്റ് ആയിട്ട് എൻഡിൽ ടെർമിനേറ്റ് ചെയ്യണം അല്ലെ. നമുക്ക് നമ്മളൊരു ഗ്രാഫിക് ഫിഗർ വരക്കുമ്പോൾ നമ്മളിപ്പോ കഴിഞ്ഞ കേസിൽ പോയിന്റ്സ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കി, പോയിന്റ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്ന് കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈൻസിന്റെ ട്രാൻസ്ഫോർമേഷൻ എല്ലാം നോക്കി. ഓക്കെ, സോ അതുപോലെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു ലൈനിനെ നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയറിന്റെ അകത്ത് എങ്ങനെ നടക്കും, അല്ലെങ്കിൽ അതിന്റെ മാത്തമാറ്റിക്സ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണമെങ്കിൽ മിനിമം എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം മാത്തമാറ്റിക്കലി, അല്ലെങ്കിൽ എന്ത് ഫീച്ചേഴ്സ് ഒക്കെ അറിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാം? എന്തൊക്കെ വേണം നിങ്ങൾ പറഞ്ഞു, എന്തൊക്കെയായിരിക്കും? കോർഡിനേറ്റ്സ്. യെസ്, കോർഡിനേറ്റ്സ്. അത് 2 കോർഡിനേറ്റ്സ് അറിയണം അല്ലെ, ശരിയല്ലേ? 2 പോയിന്റ്സ് അറിയാമെങ്കിൽ അത് ജോയിൻ ചെയ്ത് ഒരു ലൈൻ ആക്കാം അല്ലെ, അതൊരു മെത്തേഡാണ് അല്ലെ. അതല്ലെങ്കിൽ എന്ത് വേണം, എനിക്ക് ഒരു പോയിന്റും അതിന്റെ മാഗ്നിറ്റ്യൂഡും ലൈനിന്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് അല്ലെ, ഒരു പോയിന്റും ലൈനിന്റെ ലെങ്ത്തും അതിന്റെ ഓറിയന്റേഷനും അറിയാമെങ്കിൽ എനിക്കൊരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് 2 പോയിന്റ്സ് P1 P2 അറിയാമെങ്കിൽ വേറെ വിഷയമൊന്നുമില്ല, എനിക്ക് അവിടെ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാം. അതല്ല, ഒരു പോയിന്റും ലൈനിന്റെ ലെങ്ത്തോടെ ഉള്ളെങ്കിൽ അത് മാത്രം പോരാ, കൂടാതെ അതിന്റെ ഓറിയന്റേഷൻ കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡിൽ നമുക്കൊരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ
So basically നമുക്കൊരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ഓക്കെ, സോ ഒരു സ്ട്രേറ്റ് ലൈനിന്റെ കേസിൽ നമുക്ക് ആസ് എ വ്യൂവർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ട് ഫോമിൽ കറക്റ്റ് ഒരു സ്ട്രേറ്റ് ലൈനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി എ സ്ട്രേറ്റ് ലൈൻ. വരച്ചു കഴിഞ്ഞാൽ അത് ഒരു പോയിന്റ്, രണ്ട് പോയിന്റ് P1 ഉം P2 ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതേപോലെ ആൻഡുലേഷൻസ് ആയിട്ടുള്ള ഒരു ലൈൻ അല്ല വേണ്ടത്. ഇറ്റ് മസ്റ്റ് ലുക്ക് ലൈക്ക് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, സോ ഇറ്റ് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഓക്കെ, ഫോളോയിങ് ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈ ആണ് റൈറ്റ് ഒരു സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഒന്ന് എന്താണ് അത്? ഓൺ ഡിസ്പ്ലേ ഡിവൈസ് ലൈൻ ഷുഡ് അപ്പിയർ സ്ട്രേറ്റ്. ഓക്കെ, ലൈൻ ഷുഡ് ബി സ്ട്രേറ്റ്. നമ്മൾ നേരെ വരക്കുന്നത് പോലെയല്ല സോഫ്റ്റ്വെയറിൽ വരക്കുന്നത്. റൈറ്റ്, നോ ആൻഡ് പ്രോപ്പർലി എൻഡ് തന്നെ ടെർമിനേറ്റ് ചെയ്യണം. കാരണം പോയിന്റ് P1 ഉം P2 ഉണ്ടെങ്കിൽ ഇത് ഇവിടം വരെ എത്തിയിട്ട് നിന്നാൽ പോരാ, കറക്റ്റ് എൻഡ് ടു എൻഡ് അത് കണക്റ്റഡ് ആയിരിക്കണം അല്ലെ. ഒരു എൻഡ് ടു എൻഡ് കണക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രോപ്പർലി എൻഡ് ടു എൻഡ് കണക്ഷൻ ഉണ്ടാവണം. മസ്റ്റ് ബി ദർ. ഓക്കെ, and again the next important thing is when you are drawing a line, see throughout one point to അടുത്ത പോയിന്റ് വരെ അതിന്റെ ഡെൻസിറ്റി ഓഫ് ദ ലൈൻ ഷുഡ് ബി സെയിം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അതിന്റെ തിക്നെസ് ഓഫ് ദ ലൈൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്ക് വേറൊരു തിക്നെസ്സിൽ വന്ന് പിന്നെ വേറൊരു തിക്നെസ്സിൽ വന്ന് ഇത്തരത്തിലല്ല. ദ തിക്നെസ് ഷുഡ് ബി സെയിം, അല്ലെങ്കിൽ ദ ഡെൻസിറ്റി ഓഫ് ലൈൻ ഷുഡ് ബി സെയിം ത്രൂ ഔട്ട് the length. Okay, and it should be drawn accurately. Okay, and it should be drawn accurately. Right, so these are the main desirable features while drawing a line അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഒരു ലൈൻ ചെയ്യുന്ന സമയത്ത്. റൈറ്റ്, സോ ഇത് ഈ ഒരു കാര്യം നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻസൈഡ് പോർഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് two methods. Okay, two methods for generating a line segment. Okay, so the two methods are, okay, so methods for generating a line segment. Okay, so first one is called a DDA algorithm. Okay, and the second one is uh, Brahenham's line algorithm. Pronunciation correct ആണോ എന്നറിയില്ല. Brahenham's line algorithm. അതേപോലെ DDA എന്ന് പറഞ്ഞാല് ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ ആണ്. ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ algorithm. Okay, and similarly Brasenham's line algorithm. Okay, so there are these two different methods for joining 2 points. അല്ലെങ്കിൽ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യു ഹാവ് 2 methods. Okay, so ഈ രണ്ട് മെത്തേഡും ദിസ് മസ്റ്റ് സാറ്റിസ്ഫൈ ഓൾ ദീസ് ഫീച്ചേഴ്സ്. Okay, ഇത് എല്ലാ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ലൈൻ ഷുഡ് ബി സ്ട്രേറ്റ്, ഇറ്റ് ഷുഡ് ഹാവ് എൻഡ് ടു എൻഡ് കണക്ഷൻ, ഡെൻസിറ്റി ഓഫ് ദ ലൈൻ ഷുഡ് ബി സെയിം ത്രൂ ഔട്ട് ദ ലെങ്ത് ആൻഡ് ഷുഡ് ബി ഡ്രോൺ അക്യുറേറ്റ്ലി. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ അതിനാണ് രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൽഗോരിതംസ് ഉള്ളത്. So we'll first of all start with a digital differential analyzer algorithm. Okay, so we'll start with a digital differential analyzer algorithm. Okay, digital differential analyzer algorithm. Okay, so digital differential analyzer algorithm is basically it is purely based on the line segment or line equation based on difference in delta x ഉം അതുപോലെ delta y ഉം ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ഓക്കെ, സോ വിൽ സീ ഹൗ ഡസ് ഇറ്റ് വർക്ക്. ഓക്കെ, സോ ബേസിക്കലി അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, സോ ബേസിക്കലി നമുക്ക് നോക്കാം ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. എന്തായിരുന്നു ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ? Y is equal to mx plus c. Yes, straight line is y is equal to mx plus c. എന്താണ് അതിൽ y? Vertical distance, right? Exactly, vertical points. Okay, x
horizontal points. M എന്താ? slope, Slope. Yes, exactly. For M is the slope. CO. Yes, exactly. എന്തായിരുന്നു? Y intercept ആണ്. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാല് എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാനൊരു വരക്കുന്ന ലൈൻ ഇങ്ങനെയാണ് എന്റെ ലൈൻ ഞാൻ വരച്ചിട്ടുള്ളത് വിചാരിക്കും. ഓക്കെ, സോ ഇതിന്റെ ഇക്വേഷൻ y is equal to mx plus c ആണ് അല്ലെ. എന്ന് വെച്ചാൽ എനിക്ക് കറസ്പോണ്ടിങ് ടു മൈ എക്സ് യു വിൽ ഹാവ് എ y. റൈറ്റ്. എന്താണ് സി എന്ന് ചോദിച്ചാൽ ഇതാണ് സി. y ഇന്റർസെപ്റ്റ് ആണ് സി. ഇനീഷ്യൽ വരുന്ന ഇന്റർസെപ്റ്റ് ആണ് സി. റൈറ്റ്. ആൻഡ് സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സ്ലോപ്പ് അല്ലെ. എന്ന് വെച്ചാൽ ഇതിന്റെ സ്ലാൻഡിങ് ആണ് സ്ലോപ്പ്. ഇത് എങ്ങനെ കണ്ടെത്തും എന്ന് വെച്ചാൽ ഇത് ചേഞ്ച് ഇൻ y ആണെങ്കിൽ ഇത് ചേഞ്ച് ഇൻ x ആണെങ്കിൽ എന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ y ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x ആണ്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. അതേപോലെ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനിനെ ഞാൻ ഇത് സെന്റർ അതിന്റെ ഒറിജിൻ ആണ് ഞാൻ വരയ്ക്കുന്നെങ്കിൽ എന്താണ്? ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y is equal to mx ആയിരിക്കും. കാരണം എന്താ? c0 ആയിരിക്കും. കാരണം there is no y intercept. കറക്റ്റ് ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യണം. Right. So that is the equation. Okay. The standard equation for a line is y is equal to mx plus c, where c is the y intercept, m is the slope. Slope എങ്ങനെ കിട്ടുന്നു വെച്ചാൽ taking the difference between the 2 points. അല്ലെ, ഈ പോയിന്റ്സ് y ഡെൽറ്റ y അതേപോലെ ഡെൽറ്റ എക്സിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ you will get the slope. Okay. ഈ സ്ലോപ്പ് പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? എങ്ങനെ ക്ലിയർ ആയല്ലോ? slope എക്സ് നെഗറ്റീവ് ഡയറക്ഷനിൽ പോകുന്നതിനനുസരിച്ചിട്ട് അല്ല, എക്സും പോസിറ്റീവ് ഡയറക്ഷനിൽ വൈയും പോസിറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ്, എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവിലേക്കാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ്. നെഗറ്റീവ് സ്ലോപ്പ്. റൈറ്റ്. നേരെ തിരിച്ചു വരാം അല്ല, എക്സും വൈയും മാറുന്നതനുസരിച്ച് ക്വാഡ്രന്റ് മാറുന്നതനുസരിച്ച് നെഗറ്റീവ് സ്ലോപ്പ്. റൈറ്റ്. അതേപോലെ പോസിറ്റീവ് സ്ലോപ്പ് ആയിരുന്നു. റൈറ്റ്. സോ പറഞ്ഞ കറക്റ്റ് ആണ് അല്ലെ. അതുപോലെ സ്ലോപ്പിന്റെ വാല്യൂ ക്യാൻ ബി ലെസ് ദാൻ 1 ആൻഡ് ഗ്രേറ്റർ ദാൻ 1. എപ്പോഴായിരിക്കും ഗ്രേറ്റർ ദാൻ 1 ആവുക? എപ്പോഴൊക്കെയാണ് എനിക്ക് സ്ലോപ്പ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1 കിട്ടുക? നമുക്ക് ആ ഒരു ബേസിക് ആ ഒരു ഇക്വേഷൻ ബേസിക് നോക്കിയാൽ ഇപ്പൊ വരാം. y m എപ്പോഴാണ് സ്ലോപ്പ് m എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 1 വരെ? Yes, exactly. Right. When your delta y is greater than, so when slope ഇവിടെ പറയാം സ്ലോപ്പ് m greater than 1 എപ്പോഴാണ് ആവുക? When your delta y is greater than delta x. Similarly, slope will be less than 1 എപ്പോ? When delta y is less than delta x. നമുക്ക് ഇതൊന്ന് പിന്നെ ഗ്രാഫിക്കലി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 4 ഡിഫറെന്റ് കേസസ് നോക്കാൻ പോകണം. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ബേസിക്കലി നമ്മൾ പറഞ്ഞു യുവർ ഇക്വേഷൻ ഫോർ എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് line is y is equal to mx plus c. Okay, now where your slope m1 is nothing but y2 minus y1 divided by x2 minus x1 which is nothing but delta y by delta x. Okay, that's it. Change in y ആണ്, change in x ആണ്. ഓ എനിക്ക് ഇങ്ങനെ പറയാം, by delta y change in y കണ്ടെത്താൻ എന്ത് മതി? സ്ലോപ്പ് ഇൻറ്റു ചേഞ്ച് ഇൻ എക്സ് എടുത്താൽ മതി. ഓക്കെ, സോ ഈ ഇക്വേഷന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾ എന്തുകൊണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, സിമിലർലി ഡെൽറ്റ എക്സ് ആണ് കാണുന്നതെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 1/m ഇൻറ്റു ഡെൽറ്റ വൈ എന്നും പറയാം. ഓക്കെ, ലെറ്റ് ദിസ് ബി മൈ 2 ഇക്വേഷൻസ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. സോ ബേസ്ഡ് ഓൺ ദിസ് നമുക്ക് ഈ ഒരു ഇതേപോലെ നമുക്ക് ഈ സ്ലോപ്പിന്റെ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആക്കാം. സോ ഒന്ന്,
ഇതിപ്പോ ഇത് നമുക്ക് ഞാൻ സ്ലോപ്പിന്റെ കേസ് പറഞ്ഞു. നമുക്ക് സ്ലോപ്പിനെ നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. സ്ലോപ്പ് ക്യാൻ ബി സ്ലോപ്പ് എം അല്ലെ. സ്ലോപ്പ് പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ട്, നെഗറ്റീവ് സ്ലോപ്പും ഉണ്ട് അല്ലെ. പോസിറ്റീവ് സ്ലോപ്പിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെ പോസിറ്റീവ് ആക്സിസിലാണ്, ഇത് പോസിറ്റീവ് എക്സ് ആണ്, ഇത് പോസിറ്റീവ് വൈ ആണ്. എന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടുന്നത്, എന്റെ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെയാണെങ്കിൽ ഇത് ഡെൽറ്റ വൈ, ഇത് ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ വൈ പോസിറ്റീവ് ആണ്, ഡെൽറ്റ എക്സും പോസിറ്റീവ് തന്നെയാണ്. സോ ദിസ് സ്ലോപ്പ് വിൽ ബി എ പോസിറ്റീവ് സ്ലോപ്പ്. ഇനി നേരെ മറിച്ച് എന്റെ ഗ്രാഫ് അല്ലെങ്കിൽ എന്റെ ലൈൻ ഇങ്ങനെയാണെങ്കിൽ, ഓക്കെ, ഞാൻ വരക്കുന്ന ലൈൻ ഇങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെയാണ് എന്റെ സ്ലോപ്പ് വരിക അല്ലെ. സോ മൈ സ്ലോപ്പ് ഇസ് ഡെൽറ്റ വൈ പോസിറ്റീവ് ആണ്, ഡെൽറ്റ വൈ പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ ഡെൽറ്റ എക്സ് നെഗറ്റീവ് ആണ്. ഓവറോൾ ഇറ്റ് വിൽ ബി മൈനസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആയിരിക്കും. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് സ്ലോപ്പ്. ഓക്കെ, സോ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന സ്ഥലത്താണ് നമുക്ക് നെഗറ്റീവ് സ്ലോപ്പ് വരും. ഓക്കെ, സിമിലർലി ഈ രണ്ട് കേസിനും, ഇപ്പൊ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, ഈ രണ്ട് കേസിനും എനിക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ? ആസ് when your slope is, എനിക്കിങ്ങനെ പറയാം, ഒരു സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ വൺ കണ്ടീഷൻ ആയിട്ടും സ്ലോപ്പ് ലെസ് ദാൻ വൺ കണ്ടീഷൻ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വൺ. ഓർ ഇത് എപ്പോഴാണ് ആവുക? ഡെൽറ്റ വൈ എപ്പോഴാണോ ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എക്സ് ആവുക, ആ സമയത്ത് എനിക്ക് എന്ത് കിട്ടും? എന്റെ സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും. സിമിലർലി ഇപ്പോഴത്തെ എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ലെസ് ദാൻ വൺ, ഓർ when my delta y is less than delta x, I will get a slope which is less than 1. ഓക്കെ, അപ്പൊ രണ്ട് ഗ്രാഫിക്കലി നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ ഒരു വേരിയേഷൻ ഉണ്ടാവാൻ നോക്കാം. സോ ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇത് എക്സ് വൈ. ഓക്കെ, ഇഫ് സപ്പോസ് മൈ ലൈൻ ഇങ്ങനെയാണെങ്കിൽ, ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാല് ഓക്കെ, ഏതെങ്കിലും റാൻഡം രണ്ട് പോയിന്റ്സ് എടുത്താൽ മതി അല്ലെ. രണ്ട് പോയിന്റ്സ് എടുത്താൽ അതായത് ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് മൈ ഡെൽറ്റ വൈ and this is my delta x. Okay, so ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താ, your delta y is less than delta x അല്ലെ. delta y is less than delta x, so this comes under this category അല്ലെ. സോ ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ലൈൻ എന്ന് വെച്ചാൽ ടുവേർഡ്സ് എക്സ് ആക്സിസിന് വളരെ സ്ലാൻഡിങ് ആയിട്ടുള്ള ടൈപ്പ് ലൈൻസ് ആണെങ്കിൽ, ഓക്കെ, അതിന്റെ കേസിൽ എന്തായിരിക്കും? your slope m will be less than 1. Okay, now similarly if your line is something like this, okay, now if your line is something like this, കുറച്ചുകൂടെ y ഡയറക്ഷനിലേക്ക് ചേർന്നിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ലോപ്പ് ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, your slope is this one, this is your delta y and this is your delta x. Okay, so here your delta y is greater than delta x. Okay, therefore your slope will be greater than 1. Okay, so three possibilities are uള്ളത്. Okay, so based on this we'll see how this is constructed. ഈ DDA algorithm എങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് പ്രിലിമിനറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ സ്ലോപ്പിന്റെ കേസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതില് പിന്നെ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് കേസ്. ഓക്കെ, അത് ഒരു പ്രോബ്ലം കൂടെ ആകുമ്പോൾ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, വിൽ സ്റ്റാർട്ട് ബൈ കേസ്. കേസ് 1. ഓക്കെ, ഇഫ് ദ സ്ലോപ്പ് ഈസ്, സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമുക്ക് എങ്ങനെ ഇൻ ബിറ്റ്വീൻ പോയിന്റ്സ് കണ്ടെത്താന്നുള്ളതാണ്. നമുക്ക് രണ്ട് പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നോ ഇഫ് ദ സ്ലോപ്പ് ഈസ് ലെസ് ദാൻ 1, ഓക്കെ, ഇഫ് ദ സ്ലോപ്പ് ഈസ് ലെസ് ദാൻ 1, that is m less than 1 and slope is positive. First case എടുക്കാം. Okay, and the slope is less than 1 and it is positive. Less than 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ, and it is less than 1 and it is positive. പോസിറ്റീവ് എന്നാൽ പോസിറ്റീവ് ആക്സിസിൽ വരുന്ന കേസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ അതിന്റെ കറസ്പോണ്ടിങ് ഓരോരോ പോയിന്റ്സും നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. ഓക്കെ, നോ ലെറ്റ് മൈ ഒറിജിനൽ പോയിന്റ് ബി. ഓക്കെ, എക്സാമ്പിൾ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തന്നെ അത് ക്ലിയർ ആക്കാം. ഒറ്റൊന്ന് ക്ലിയർ ആയാൽ ബാക്കിയെല്ലാം ക്ലിയർ ആവും. ഇതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ലെറ്റ് us consider one point be xk subscript k and yk. Let my first point be this one. Okay, and let my last point be some x k plus n y k plus n, some nth point ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഐ നീഡ് എ നമ്പർ ഓഫ് പോയിന്റ്സ് അല്ലെ. അപ്പൊ എനിക്ക് തൊട്ടടുത്ത് വേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഉണ്ടാവുക. ലെറ്റ് ദാറ്റ് പോയിന്റ് ബി, എനിക്ക് കുറച്ച് എൻലാർജ്ഡ് വ്യൂവിൽ വരക്കാണ്. സോ അടുത്ത പോയിന്റ് വളരെ ക്ലോസ് ആയിട്ടൊക്കെ ഉണ്ടാവുക അല്ലെ.
So let the next point be xk plus 1 followed by yk plus 1 is the next point. Okay. Okay. Now consider let our first point be, let the first point be xk yk. Okay, so in the objective I have to find out xk plus 1 using DDA algorithm. Okay, so ഇതാണ് condition, slope ന്റെ condition ഒക്കെ ഇതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തൊട്ടടുത്ത പോയിന്റ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് നോക്കുന്നത്. Okay, so from this now let the increment be 1. Okay, let the increment be 1. എന്ന് വെച്ചാൽ increment along x axis. Okay, along x axis. എന്നുവെച്ചാൽ ഇവിടുന്ന് ഒരു ചെറിയൊരു യൂണിറ്റ്, ഒരു 1 യൂണിറ്റ് ആണ് തൊട്ടടുത്ത പോയിന്റ് എടുക്കുന്നത് വെച്ചാൽ 1 യൂണിറ്റ് പറഞ്ഞാൽ എന്തോ മില്ലിമീറ്റർ ആയിരിക്കാം, മൈക്രോ മില്ലിമീറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, സോ എനിക്ക് ലൈൻ കണ്ടിന്യൂസ് ലൈൻ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത ഇൻക്രിമെന്റ് ഏറ്റവും സിംപ്ലസ്റ്റ് യൂണിറ്റ് വിച്ച് ഇസ് 1. ഓക്കെ, 1 എന്ന് കൊടുത്തു, അത് എന്ത് യൂണിറ്റിലും ആവാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ മൈ ഡെൽറ്റ എക്സ് വാല്യൂ ഞാൻ ഡിഫൈൻ ചെയ്തു, ഇറ്റ് ഇസ് 1. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം see my delta y, so from this equation നമ്മളിവിടെ പറഞ്ഞ കേസിൽ my delta slope എന്ന് പറഞ്ഞാൽ delta y by delta x ആണ്. Therefore my delta y is m delta x. Okay, അങ്ങനെയാണെങ്കിൽ so using this equation, so using the relationship, that is since my delta y is equal to m delta x ആയതുകൊണ്ട് my delta y is nothing but m. അല്ലെ, കാരണം delta x, since my delta x value is 1. ഓക്കെ, സോ ഒരു ഇൻക്രിമെന്റ് ഞാൻ എക്സ് ആക്സിസിൽ കൊടുക്കുമ്പോൾ, ഒറ്റൊരു ഇൻക്രിമെന്റ് ഞാൻ എക്സ് ആക്സിസിൽ കൊടുക്കുമ്പോൾ എന്റെ ഡെൽറ്റ വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എനിക്ക് ഇങ്ങനെ പറയാം മൈ എക്സ് കെ പ്ലസ് 1th പോയിന്റ്. ഓക്കെ, തൊട്ടടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് കെ പ്ലസ് 1, കാരണം ഡെൽറ്റ എക്സ് കെ പ്ലസ് ഡെൽറ്റ എക്സ് ആണ് എന്റെ അടുത്ത പോയിന്റ്. സിമിലർലി വൈ കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ വൈ കെ പ്ലസ് ഡെൽറ്റ വൈ ആണ് എന്റെ അടുത്ത പോയിന്റ്. ഓക്കെ, so that means this is equal to xk plus 1 is the next point. This one equal to yk plus delta y എന്ന് പറഞ്ഞാൽ m ആണ്. So yk plus 1 is yk plus m. Okay, so the രണ്ട് points ഇതൊക്കെയാണ് എന്താ വരിക. So my corresponding points, that is xk plus 1 is xk plus 1, yk plus 1 is yk plus m. Okay, so ഇത്തരത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഓൾ ദ ഇതിന്റെ ഓരോ പോയിന്റ്സും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപിടിക്കാം. അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. സോ ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഈ എം എന്ന് പറഞ്ഞ സ്ലോപ്പ് എങ്ങനെ കിട്ടുന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും ഉണ്ടെങ്കിൽ, ഓക്കെ ലെറ്റ് ദിസ് ബി മൈ ഫസ്റ്റ് പോയിന്റ്, ദിസ് മൈ സെക്കൻഡ് പോയിന്റ്, ഈ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ടാസ്ക് അല്ല അല്ലെ. സോ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട്, ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു എന്താ, എക്സ് വൈ കെ പ്ലസ് എൻ, last one minus yk divided by x k plus n minus xk ചെയ്തു കഴിഞ്ഞാൽ you will get the slope. ക്ലിയർ ആണോ ഈ പറഞ്ഞത് വരെ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ പറഞ്ഞോ. ക്ലിയർ? സോ ഇതാണ് ഫസ്റ്റ് കേസ്. ഇത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആവും. നമുക്ക് ആദ്യം ഇപ്പൊ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത് 1 2 എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ, ഇത് ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, y2 minus y1 divided by x2 minus x1 എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് കിട്ടി. ഇപ്പൊ തൊട്ടടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായി, ഇതിപ്പം പിന്നെ ഫോർ എക്സാമ്പിൾ ഇത് 1 ആണെന്ന് വിചാരിക്കാം, 1 plus 1 2 ആയിരിക്കും x. സിമിലർലി y സെക്കൻഡ് പോയിന്റ്, y തൊട്ടടുത്ത പോയിന്റ് yk plus 1 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പോയിന്റ് പ്ലസ് സ്ലോപ്പ്, സ്ലോപ്പിന്റെ വാല്യൂ വെച്ചിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, you will get the next one. Now similarly you can find 4 cases. Okay, so second case എങ്ങനെ വരും? Second case ഇപ്പോ ഞാൻ the slope is less than 1 and positive. Okay, now if the slope is greater than 1 and positive, okay, അപ്പോൾ second case എടുക്കാം, greater than 1, slope is greater than 1, case 2, so it's case 2, slope is greater than 1 and positive. ഓക്കെ, സോ ഈ ഒരു കേസ് തന്നെ വേറെ ഒരു സെക്കൻഡ് വേറൊരു കാര്യം കൂടെ നോക്കാറുണ്ട്. ഇതിപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇത് പ്ലോട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. ഫസ്റ്റ് പോയിന്റ് ലെഫ്റ്റ് പിന്നെ റൈറ്റ്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ
റൈറ്റ് ടു ലെഫ്റ്റ് ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ, റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ കുറച്ചധികം മാറ്റങ്ങൾ വരും. എന്താണ്, ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ് ആണെങ്കിൽ, ഓക്കെ, എന്ന് വെച്ചാൽ എന്റെ തൊട്ടടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് കെ വൈ കെ ആണ് ഫസ്റ്റ് പോയിന്റ് എങ്കിൽ തൊട്ടടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് കെ പ്ലസ് വൺ ഉള്ള പ്ലസ് വൺ തന്നെയാണ് പോയിന്റ്, പക്ഷെ ഇത് എന്താണ് ഒരു യൂണിറ്റ് കുറയാണ് ചെയ്യുക അല്ലെ. തൊട്ടടുത്ത പോയിന്റ് എക്സ് കെ പ്ലസ് വൺ, അങ്ങനെ പറയാം. സോ ലെറ്റ് ദിസ് ബി എക്സ് കെ പ്ലസ് വൺ വൈ കെ പ്ലസ് വൺ. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ കേസിന്റെ എങ്ങനെ വരും, എക്സ് കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് കെ മൈനസ് വൺ ആണ് അല്ലെ, ഒരു യൂണിറ്റ് പുറകിലേക്ക് എടുക്കുക. ഇതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ്, അതിന് സെക്കൻഡ് പോയിന്റിലേക്ക് എനിക്ക് തിരിച്ചാണ് സഞ്ചരിക്കേണ്ടത്. സോ മൈനസ് വൺ. സിമിലർലി വൈ കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ വൈ കെ മൈനസ് എം ആണ് ഇതിന്റെ കേസ് വരാം. ഓക്കെ, if the line is starting from right and is moving towards left, your things will change something like this. Okay, so pure logic ആണ്, നമ്മൾ ബേസിക് ലോജിക് ആലോചിക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. Right. ഓക്കെ, സോ ഇതന്നെയാണ് കാര്യം. ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് എന്റെ ലോജിക്കലി ചെയ്തു പോകാം. അപ്പൊ ഡിഫറെന്റ് കേസ് ബൈ കേസ് ചെയ്യേണ്ട കാര്യം ഉണ്ടാ, അതായത് ഇത്രേ ഉള്ളൂ. ഇതിപ്പോ ഓരോ കേസായാലും നമുക്കിപ്പോ അടുത്ത ക്വാർട്ടറിലാണ് വരുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റാം. നമുക്കൊരു പ്രോബ്ലം നോക്കിക്കൂടെ, പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ക്ലിയർ ആണ്. ഇങ്ങനെ സെൻട്രൽ ടേം ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഓരോ കേസ് പറയുന്നതിനനുസരിച്ച് എനിക്കൊന്ന് കോംപ്ലിക്കേഷൻ ആവുള്ളൂ. അത്രക്കൊന്നും ഇല്ല, വലിയ കാര്യമൊന്നും ഇല്ല, ഡയറക്റ്റ് ആഡ് ചെയ്ത് പോകുന്ന പരിപാടിയാണ്. ഓക്കെ, നമുക്ക് രണ്ട് ടൈപ്പ് പ്രോബ്ലം ചെയ്ത് നോക്കാം. ചെയ്തൂടെ? ഓക്കെ അല്ലേ? ഓരോ കേസ് എടുക്കാം, ഓരോ കേസ് എടുക്കുന്നത് എടുക്കാം. പക്ഷെ ഇതന്നെ സംഭവം, സ്ലോപ്പ് എന്താവും, ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് പോസിറ്റീവ്. സിമിലർലി വീണ്ടും മറ്റേ വരും, സ്ലോപ്പ് ലെസ് ദാൻ വൺ ആൻഡ് നെഗറ്റീവ്, സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് നെഗറ്റീവ്. ഓക്കെ, ജസ്റ്റ് ഒരു സിമ്പിൾ ഡയഗ്രാം ആണ് സൈഡിൽ വരച്ച് തന്നെ സംഭവം എല്ലാം ക്ലിയർ ആവും. ഓക്കെ, പ്രോബ്ലത്തിൽ ക്ലിയർ ആക്കാൻ തോന്നുന്നു. ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. Okay. Draw a straight line connecting 2 points. Two points, 2, 7 and 15, 10. 2, 7 and 15, 10. ഇത് നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് കേസിൽ വരുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കും, ഇതേ കാര്യം തന്നെയാണ്, പുതിയ പോയിന്റ്. നമുക്ക് അത് കംപ്ലീറ്റ് ടാബ്ലേറ്റ് ചെയ്യണം. മനസ്സിലാക്കിയെടുത്തവർ ചെയ്തോ. എന്നുവെച്ചാൽ എനിക്ക് ഫസ്റ്റ് പോയിന്റ് എൻ പോയിന്റ് വരെ കിട്ടണം. എക്സ് എന്താണ്, എക്സ് 2 മുതൽ എക്സ് 15 വരെ എനിക്ക് കിട്ടണം. അങ്ങനെ കറസ്പോണ്ടിങ് ഓരോ കേസിലും ഏതാണ് വാല്യൂ വെച്ചാൽ വിത്ത് ഇൻക്രിമെന്റ് 1. ഓക്കെ, 2 3 ആകുമ്പോൾ 2 ഒരു ടാബ്ലറ്റ് ചെയ്യുക. 2 3 ആകുമ്പോൾ 2 3 4 5 6 7 അങ്ങനെ പോകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ, ഇത് എക്സ് വാല്യൂ ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഫസ്റ്റ് 2ന്റെ കേസിൽ 7 ആണ്. സിമിലർലി ലാസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 7ന്റെ കേസിൽ എത്ര, സോറി 2 അങ്ങനെ വന്നു 15 ആയാൽ എത്ര, 10 ആയി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 3 ആകുമ്പോൾ എത്ര വന്നു, 4 ആകുമ്പോൾ എത്ര വന്നു, 5 ആകുമ്പോൾ 6 7 അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് യു ഹാവ് ടു ടേബിൾ. ഓക്കെ, ഒന്ന് നോക്കാം, കിട്ടിയ വെൽ ആൻഡ് ഗുഡ്, ഇല്ലെങ്കിൽ നമുക്ക് നാളെ ചെയ്യാം. Okay.